മാമ്പഴക്കാലം ശരിക്കും പറഞ്ഞ കിളിമാനൂരുകാർക്ക് ഭയങ്കര ആഘോഷമായിട്ടിരിക്കുകയാണ്. പലതും പല പല ടേസ്റ്റ്. ശരിക്കും എന്താ പറയണ്ടെന്ന് അറിയില്ല. ആപ്പിളിന്റെ ഷേപ്പാണ്. റൊമാനിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ്. ഒരു മാങ്ങ തന്നെ ഏകദേശം 1 കിലോയോളം വരുമോ? അല്ല, ഒരു 1/2 കിലോ കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ വരുന്ന 30-ാം തീയതി വരെയാണ് ഈ മാമ്പഴ മേള നടക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മണം കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പൊ നമ്മുടെ എത്ര ടൈപ്പ് ഓഫ് മാങ്ങകളാണ്, എങ്ങനെയാണ് ഈ മാമ്പഴ ഫെസ്റ്റിവൽ? ഏകദേശം ഒരു 50ഓളം വെറൈറ്റിയിലുള്ള മാങ്ങകളുടെ ഇടയിലാണ്. എല്ലാവർക്കും നമസ്കാരം. മാമ്പഴക്കാലമാണ്. ആയിരക്കണക്കിന് മാങ്ങകളുടെ ഇടയിലൂടെ ഞാൻ നടന്നു വരികയാണ്. ഞാനിപ്പോൾ ഉള്ളത് കിളിമാനൂരിലെ മാമ്പഴ ഫെസ്റ്റിന്റെ ഇടയിലാണ്. നമുക്കറിയാം 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഏകദേശം ഒരു 50ഓളം വെറൈറ്റിയിലുള്ള മാങ്ങകളുടെ ഇടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല മണമാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന, ഏതൊക്കെ വെറൈറ്റിയിലുള്ള, ഏതൊക്കെ ടേസ്റ്റിലുള്ള മാങ്ങകളാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ എന്റെ കൂടെയുള്ളത് ഹക്കീം ചേട്ടനാണ്. ഇവരുടെ ഈ മാമ്പഴത്തിന്റെ ഒക്കെ കോർഡിനേറ്റർ ആണല്ലേ? അല്ല, എന്റെ സഹോദരനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മാങ്ങകളൊക്കെ ശരിക്കും പറഞ്ഞാല് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മണം കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പൊ നമ്മുടെ എത്ര ടൈപ്പ് ഓഫ് മാങ്ങകളാണ്, എങ്ങനെയാണ് ഈ മാമ്പഴ ഫെസ്റ്റിവൽ? മാങ്ങകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ തുച്ഛമായത് ഏകദേശം 10-40-നകത്തുള്ള വെറൈറ്റികളെ ഇവിടെ ഉള്ളു. ഇപ്പോഴും ഇനിയും ഒരുപാട് ഉണ്ടാകും. ഇത് വന്നിട്ട് നമ്മുടെ സേലം മാങ്ങ എന്ന് പറയും. നമ്മുടെ നാട്ടിലേക്ക് കിളിച്ചുണ്ട മാമ്പഴം എന്നൊക്കെ പറയും. സേലം മാങ്ങ. പിന്നെ കച്ചവടക്കാർ പറയുന്നതിന് മറ്റൊരു പേരാണ് കല്ലാമാങ്ങ. വില അവിടെ കൊടുത്തിട്ടുണ്ട്. 2 കിലോ 100 രൂപ. 2 രൂപ. ഇത് വെങ്കനപ്പള്ളി എന്ന് പറഞ്ഞിട്ട് ആന്ധ്രയിലൊരു മാങ്ങയാണ്. ഇത് നമ്മുടെ തമിഴ്നാട്ടില് ഇതിന് ചപ്പട്ട എന്ന് പറയും, ഇവിടെ സപ്പോട്ട എന്ന് പറയും. ഇതൊരു മാങ്ങ തന്നെ ഏകദേശം 1 കിലോയോളം വരുമോ? ഇല്ല, ഒരു 1/2 കിലോ കൂടുതൽ ഉണ്ടാവും. 1 കിലോ 100 രൂപ അല്ലേ? ഇത് വന്നിട്ട് നീലം ഗ്ലാസ്. അതായത് നീലത്തില് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് നീലം മാങ്ങ. നല്ല മാങ്ങയാണത്. ഇത് വന്നിട്ട് 120 രൂപ. നല്ല ഗ്ലാസ് ആയത് 120 രൂപ വില വരും. അത് വന്നിട്ട് റൊമാനിയ. അത് അടുത്ത് കാണുന്നത് റൊമാനിയ. ആപ്പിൾ മാങ്ങ എന്നൊക്കെ പറയും. കൊല്ലം ഭാഗം ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് ആപ്പിൾ മാങ്ങ എന്ന് പറയും. മാങ്ങ ഓക്കെ. അതങ്ങനെ ആപ്പിളിന്റെ ഷേപ്പാണ് റൊമാനിയ. റൊമാനിയ എന്നാണ് പേര് കേട്ടോ. ആപ്പിൾ മാങ്ങ റൊമാനിയാണ്. മാങ്ങ. അതിന്റെ റേറ്റ് ഇവിടെ റേറ്റ് ഇത് 1 കിലോ 120 രൂപ. ഇത് നമ്മുടെ മൽഗോവ മാമ്പഴം. മൽഗോവ മാമ്പഴം വിജയുടെ. നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുമല്ലോ അല്ലേ? പിന്നെന്ത് ടേസ്റ്റ് ചെയ്യണം. ഇപ്പൊ നോക്കാം, ടേസ്റ്റ് ചെയ്യാം. എല്ലാം ടേസ്റ്റ് വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് വന്നിട്ട് പഞ്ചാര വരിക. ഇത് നല്ല ഇവിടെ നല്ല മൂവെന്നുള്ള ഒരു സാധനമാണ്. നല്ല മധുരമാണ്. പേര് പോലെ ഇരിക്കുന്നത്. 1 കിലോ 120. ഇവിടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ചെമ്പരത്തി വരിക്ക. ഇതൊരു പ്രത്യേക മണം ഇതിന്റെ അടുത്തേക്ക് വന്നില്ല. തമ്പുരു ഒരു 2 കിലോ 100 രൂപ. ഇത് വന്നിട്ട് ബനാന മാങ്ങ. ഇത് ബനാന മാങ്ങ. ഓക്കെ. ഇത് അടുത്തത് വന്നിട്ട് മല്ലികയാണ്. മല്ലിക
ഇത് കഴിച്ചാൽ അതിന്റെ ഗുണം അറിയാൻ പറ്റും. ആണോ? അപ്പൊ ഇത്തിരി കഴിച്ചു നോക്കിയാലോ? പിന്നെന്ത്, നമുക്ക് മല്ലിക ഒന്ന് കഴിച്ചു നോക്കാമേ. കത്തിയെടുക്കാം. ഇവിടെ ഉള്ളവർക്ക് അറിവ് മാങ്ങയുടെ കുറവാണ്. പേരെങ്ങനെ? ഇത് മല്ലിക. മല്ലിക മല്ലിക. നല്ല മധുരം, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര മധുരം കേട്ടോ. തമ്പുരു ചന്ദന മാങ്ങ. ഓക്കെ, ഇനി ഒരു വെറൈറ്റി മാങ്ങയാണ് കാലാപ്പാടി എന്ന് പറയും. കാലാപ്പാടി. ആലപ്പാടി. ഇമാം പസന്ത് ടേസ്റ്റ് നോക്കാനുള്ളത്. ഇമാം പസന്ത്. അപ്പൊ ഇതാണ് ഇമാം പസന്ത് അല്ലേ? ഇതിന്റെ ടേസ്റ്റ് ചുമ്മാ നോക്കി പറയും. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മധുരം. കാരണം നമ്മുടെ ഈ നാട്ടിലുള്ളവർക്ക് പെരുമാറ്റപ്പെട്ടവർക്കൊക്കെ മാങ്ങയെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഭയങ്കര ജ്യൂസി, ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള മാങ്ങയാണോ? സിന്ദൂരം. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. കഴിച്ചില്ലേ? അതിനടുത്തെത്തൂല. ഇത് സിന്ദൂരം. ഇത് സിന്ദൂരം. ഇന്ന് കുറച്ച് വെറൈറ്റി കുറവാണ്, നാളെ കൂടുതലുണ്ടോ? പലതും പല പല ടേസ്റ്റ്. ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്ര ടേസ്റ്റുള്ള മാങ്ങകളാണ്. അപ്പോൾ നമ്മുടെ ഈ വരുന്ന 30-ാം തീയതി വരെയാണ് ഈ മാമ്പഴ മേള നടക്കുന്നത്. മാമ്പഴക്കാലം ശരിക്കും പറഞ്ഞ കിളിമാനൂരുകാർക്ക് ഭയങ്കര ആഘോഷമായിട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും എന്തായാലും ഈ ഫെസിലിറ്റി, അതുപോലെ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാം. ഓക്കെ, ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസ്.